28-ാം അധ്യായം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. അതിൻ്റെ 1 മുതൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അതുപോലെ കേൾക്കും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ തീർത്തു. ഞാൻ പറയുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യുമെന്ന് പറയണം. നിന്റെ ദൈവമായ യഹോവയുടെ വാഗ്ദത്തം സത്യയോടെ കേട്ട് ഞാനെന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവജാതികൾക്ക് മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. പട്ടണത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, വയലിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുട്ടയും മാവ് കുഴക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി എൻ്റെ നേരെ വരും, 7 വഴിയായി എൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ എൻ്റെ കളപ്പുരകളിലും ഞാൻ തൊടുന്ന എല്ലാറ്റിലും എനിക്ക് അനുഗ്രഹം കൽപ്പിക്കും. എൻ്റെ ദൈവമായ യഹോവ എനിക്ക് തരുന്ന ദേശത്ത് അവൻ എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ എന്നോട് സത്യം ചെയ്തതുപോലെ എന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം എൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് എന്നെ ഭയപ്പെടും. എനിക്ക് തരുമെന്ന് യഹോവ എൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവയുടെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലിയുടെ ഫലത്തിലും എൻ്റെ നിലത്തിലെ ഫലത്തിലും എനിക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് എൻ്റെ ദേശത്തിന് മഴ തരുവാനും എൻ്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ എനിക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. ഞാൻ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ ഞാൻ വായ്പ വാങ്ങുകയില്ല. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ എന്നെ വാലല്ല തലയാക്കും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ഈ ആഴ്ച വീട്ടിൽ പോയി വായിച്ചോ? ഹല്ലേലൂയ. ഞാൻ ഞായറാഴ്ച പറഞ്ഞു, നിങ്ങൾ ഈ വചനം എന്ത് ചെയ്യണം? എല്ലാവരും വീട്ടിൽ പോയി വായിക്കണം. ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ പോയി വായിക്കുമ്പോഴാണ് ഇതിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ നിയമാവർത്തന 28-ാം അധ്യായം നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ചിന്തിച്ചു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു, നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ വരും, അവർ ഒരു വഴിയായി വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. അടുത്ത് പറയുകയാണ് യഹോവ എന്ന് പറയുമ്പോൾ യഹോവ എൻ്റെ കളപ്പുരകളിലും ഞാൻ തൊടുന്ന എല്ലാറ്റിലും എനിക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഒന്ന് ചേർന്ന് പറയുക, യഹോവ എൻ്റെ കളപ്പുരകളിലും ഞാൻ തൊടുന്ന എല്ലാറ്റിലും എനിക്ക് അനുഗ്രഹം കൽപ്പിക്കും.
ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന് വചനം. ഈ വചനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പറയണം, ഡെയിലി പറയണം. ഈ നിയമാവർത്തനം 28-ാം അധ്യായം നിങ്ങൾ ഡെയിലി പറയണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ യെശയ്യാ 60 അധ്യായം ഒക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഈ യെശയ്യാ 60 ഈ ആവർത്തനം 28 നിങ്ങൾ 1 മുതൽ 14 വരെ എല്ലാ ദിവസവും ഇങ്ങനെ പറയണം. പറഞ്ഞാലേ വെളിപ്പെടുത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ പറയാം, ഈ ജനുവരി മാസം തന്നെ കിട്ടേണ്ട നന്മകളെ കൈകൊണ്ട് പിടിക്കണം, കൈകൊണ്ട് പിടിക്കണം. ഹല്ലേലൂയ. ഇപ്പോ ദൈവം സംസാരിക്കും എൻ്റെ അടുത്ത്. ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഈ വർഷം തന്നെ ചർച്ച് എന്ത് ചെയ്യും? ദൈവം തരും. വസ്തു വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് വാങ്ങിത്തരും, വസ്തു ഒരാൾ വാങ്ങിത്തരും, ചർച്ച് വേറെ ആൾ വച്ചു തരും. അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ദൈവം ഈ പുതിയ വർഷം പറഞ്ഞു. അപ്പോ ആന്റി അടുത്ത് ദൈവം എന്ത് ചെയ്ത് 5 സെന്റ് വസ്തു വാങ്ങാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആന്റി ഒന്നുമില്ല, എനിക്കറിയാം. ദൈവത്തിന് ആഗ്രഹം വലിയ പണക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനല്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മുടെ ധാരാളം വരുന്നത് ഇവിടെ നോക്കി, ഇവിടെ വന്ന ആൾക്കാരുടെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത ആൾക്കാർ വന്നു, പക്ഷെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോയി. പലരും വരുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, അതൊന്നും എനിക്കൊരു വിഷയമില്ല. ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ആൾക്കാരെ കണ്ടിറങ്ങിയതല്ല, ദൈവത്തിനെ കണ്ടിറങ്ങിയതാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇവിടെ ആരും ഇല്ലെങ്കിൽ ഞാൻ കസേര നോക്കിയിട്ട് പ്രസംഗിക്കും. ഹല്ലേലൂയ. കസേര നോക്കിയിട്ട് പ്രസംഗിക്കും. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ അരിവശത്ത് മാത്രം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈസ്റ്ററിന്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷത്തെ ഈസ്റ്ററിന് അല്ലെ, ഈസ്റ്ററാണ്. ഞാൻ അരിവശത്ത് മാത്രം ഉണ്ടായിരുന്നു. ഞാൻ അരിവശത്ത് നോക്കി പ്രസംഗിച്ചു, പാടി. 2 മണിക്കൂർ ആരാധന എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. 2 മണിക്കൂറും ആരാധന. ഇതുപോലെ അന്വേഷിച്ച് കുറെ നേരം പ്രാർത്ഥിച്ചു, കുറെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആദ്യം പാടി പ്രാർത്ഥിച്ചു, പിന്നെ പ്രസംഗിച്ചു. നമ്മൾ ആരാധന നമ്മളത് ഞായറാഴ്ച 12 മണി 2:30 വരെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. നമ്മൾ ആരാധനയ്ക്ക് ഒരു മുടക്കം വന്നു. ഞാൻ പറയാം, ആരും വന്നില്ലെങ്കിൽ ഞാൻ കസേര നോക്കിയാലും ഞാൻ പ്രസംഗിക്കുകയും പാടുകയും. ഈ ആരാധന നിങ്ങളുള്ളപ്പോ എങ്ങനെ നടക്കുന്ന അതേപോലെ എന്ത് ചെയ്യും? നടക്കും. ഹല്ലേലൂയ. ബാക്കി കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ വന്നില്ലെങ്കിൽ വേറെ ആൾക്കാരെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ പറയാം, സ്വർഗ്ഗം ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം, എന്റെ ശുശ്രൂഷയല്ല, ഇതാണ് ശുശ്രൂഷ, ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നടത്തും, ദൈവം നടത്തും. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോ ഇവിടെ ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അതിന്റെ അത്ഭുതം നിങ്ങൾക്കും ഉണ്ട്. ഹല്ലേലൂയ. ഈ ഇവിടെ ആലയം വയ്ക്കാൻ ദൈവം കുറച്ച് വസ്തു ദൈവം തന്നാൽ അതേപോലെ അനുഗ്രഹം നിങ്ങളെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ ഈ ജനുവരി മാസം തന്നെ ഭയങ്കര അത്ഭുതങ്ങളുടെ മാസമാണ്. ഹല്ലേലൂയ. ഈ ജനുവരി മാസം ചില അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയാം, 2024 കാണാത്ത ചില അത്ഭുതങ്ങൾ 2025 ഈ ജനുവരി മാസം തന്നെ നമ്മൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. മനസ്സിലായ? ഹല്ലേലൂയ. കരങ്ങളെ ശ്രദ്ധിച്ചോ. ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രവചിച്ച് പറയാം. ഹല്ലേലൂയ. 2024 നിങ്ങൾ ഒരുപാട് കടന്നിൽ കുടിച്ചു, അതിന്റെ നന്മ 2025 നിങ്ങൾ കണ്ടിരിക്കുക. 2025 നിങ്ങൾ കണ്ടിരിക്കുക. 2025 നിങ്ങൾ കണ്ടിരിക്കുക. ഹല്ലേലൂയ. 2024 കരഞ്ഞതിന്റെ അനുഗ്രഹം 2025 നിങ്ങൾ കണ്ടിരിക്കും. ഹല്ലേലൂയ. 2024 കിട്ടാത്ത സാമ്പത്തിക നന്മകൾ 2025 ജനുവരി മാസം തന്നെ കിട്ടിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ലീലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രമാണമൊന്നും അതാണ്, ഈ മാസം തന്നെ കിട്ടും. ഈ മാസത്തിനപ്പുറം പോവത്തില്ല. പറ, ഈ മാസത്തിനപ്പുറം പോവത്തില്ല. ഈ മാസം തന്നെ കിട്ടും. ഈ മാസം തന്നെ കിട്ടും. ഈ മാസം തന്നെ കിട്ടും. ഹല്ലേലൂയ. ഇതൊരു നിങ്ങൾക്ക് ആവശ്യമുള്ള നന്മകൾ ദൈവം ഈ മാസം തന്നെ തരും. ഈ മാസം തന്നെ തരും. ഈ മാസം തന്നെ തരും. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. മനസ്സിൽ ഈ കടഭാരങ്ങളെല്ലാം എന്ത് ചെയ്യും? ദൈവം മാറ്റും. ഈ മാസം തന്നെ എന്റെ കടഭാരങ്ങളെല്ലാം ദൈവം മാറ്റും. ദൈവം മാറ്റും. ദൈവം മാറ്റും. ദൈവം മാറ്റും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇപ്പോ നമ്മുടെ പുഷ്പലിയാനിൽ ദൈവം പറഞ്ഞ വസ്തുവാണ്, ആഗ്രഹം ഇല്ലാത്ത ദൈവത്തിന് അറിയാം. യേശു ശിഷ്യന്മാരുടെ അടുത്ത് പറയുകയാണ്, ഈ ജനം 10,000-കണക്കിന് ആൾക്കാര് യേശുവിന്റെ പിന്നാലെ നടക്കുകയാണ്. അവർ 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് നടക്കുമോ? നമ്മൾ 2 മണിക്കൂർ ഇരിക്കാൻ തന്നെ ഭയങ്കര പാടാണ് അല്ലേ? അല്ലെങ്കിൽ 3 മണിക്കൂർ ഇരിക്കുന്നത് ഭയങ്കര പാട്. ഇത് 2 ദിവസമായി യേശുവിന്റെ പുറകെ നടക്കണം. യേശു എവിടെ പോയാലും അവിടെ പോവുകയാണ്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, അതിലൊക്കെ നോട്ടമില്ല. യേശുവിന്റെ പിന്നാലെ നടന്ന് യേശുവിന് അത്ഭുതങ്ങൾ കാണുന്നു, വചനം കേൾക്കുന്നു, യേശുവിന്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോഴാണ് യേശു
ശിഷ്യന്മാർ എടുത്തിട്ട് പറയുകയാണ്, ഈ പാവപ്പെട്ട ജനം ഇവരുടെ മനസ്സൊരു തോന്നുകയാണ്, 2 ദിവസം ഇത് വല്ലതും കഴിച്ചിട്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ശിഷ്യന്മാർ ഞങ്ങളുടെ ഇല്ല. ഈ 10-25,000 ആൾക്കാരുണ്ട്, പുരുഷന്മാരുടെ 5,000 ഉണ്ട്, അപ്പൊ സ്ത്രീകൾ അതേപോലെ, കുട്ടികൾ 2 മക്കളൊക്കെ നോക്കിയാൽ തന്നെ 10,000. അപ്പൊ പുരുഷന്മാർ 5,000, സ്ത്രീകൾ 5,000, 2 മക്കൾ തന്നെ 10,000. അപ്പോൾ 20,000 പേരുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ കണക്കുകളിൽ ഒരാൾക്ക് 100 രൂപ വെച്ച് കൂട്ടിയാലും 2 ലക്ഷം രൂപയ്ക്ക് പുറത്താവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്ന് പകലിക്കാരെ ജനങ്ങൾ പറയാം, അവർ പറഞ്ഞ അയ്യോ ഞങ്ങളുടെ കയ്യില് ഒന്നുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എന്നാലും നിങ്ങൾ നോക്കെന്ന് പറഞ്ഞു. നിങ്ങള് നോക്കുന്നത്, അവർ നോക്കുമ്പോൾ ഒരു പയ്യന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിക്കാരെ അവരെന്ത് ചെയ്തു, വിശ്വാസത്തോടെ ദൈവത്തിന് പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ മക്കൾ 2 അപ്പവും 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ കരുത്തിൽ കൊടുത്തപ്പോൾ ദൈവം അതിനെ വാഴ്ത്തി നുറുക്കി. ഹല്ലേലൂയ. വാഴ്ത്തി നുറുക്കി 20,000 പേർ തിന്ന് ശേഷിപ്പിച്ചിട്ട് ബാക്കി 12 കൊണ്ട് മിച്ചപ്പെടുന്നു. ഈ 20,000 പേര് തിന്ന് തൃപ്തരായി. എത്ര കുട്ട ബാക്കിയെടുത്തു? 12 കുട്ട ബാക്കിയെടുത്തു. എത്രയെന്ന തുടക്കം? 5 അപ്പവും 2 മീനും. ഇതേപോലെ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറയാ, ഉറച്ചു നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറയാം, പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ട് നിങ്ങൾ വിട്ടുപിരിയാതെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഈ നാളിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഇതിന്റെ അകത്ത് വെളിപ്പെടും. അതിന്റെ നന്മ നിങ്ങളും അനുഭവിക്കും. ഹല്ലേലൂയ. അതിന്റെ നന്മ നിങ്ങളും അനുഭവിക്കും. എന്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല. 2 അഞ്ചപ്പത്തെ 2 മീനിനെയും 20,000 പേർക്ക് കൊടുത്തിട്ട് 12 കുട്ട ബാക്കി എടുത്ത കർത്താവ് ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 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 ഞാൻ പറയാം, അപ്പോ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടും. അതിന് സ്റ്റെപ്പുകൾ വായിക്കണം. ഹല്ലേലൂയ. നിങ്ങളൊന്നുമില്ല, പക്ഷെ സ്റ്റെപ്പുകൾ പ്രാർത്ഥിക്കണം. ദൈവമേ അതിനുവേണ്ടി നീ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവം വഴികളങ്ങ് തുറക്കണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതാണ്, ഒരാൾ വസ്തു വാങ്ങി തരും, വേറെ ചർച്ച വെച്ച് തരും, എല്ലാ കാര്യങ്ങളും ദൈവം എന്ത് ചെയ്യും? ഭംഗിയായിട്ട് നടത്തും. ഹല്ലേലൂയ. നമ്മൾ നിന്ന് കൊടുത്താൽ മതി, ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിങ്ങൾ എഴുതി വെച്ചോ, ഈ ജനുവരി മാസം തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം പറഞ്ഞ കളപ്പുരകളെ ധാന്യം കൊണ്ട് നിറയാൻ പോവുകയാണ്. നിന്റെ വീട്ടിന്റെ അകത്ത് സമ്പത്ത് കൊണ്ട് നിറയാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇത് പകൽക്കാരുടെ ഇറങ്ങിപ്പാട്. ഈ ദൈവം നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ദൂതന്മാർ ഇറങ്ങുകയാണ്. നിന്റെ കളപ്പുരകൾ നിറയാൻ പോവുകയാണ്. വീട്ടിന്റെ അകത്ത് അലമാരകൾ നിറയാൻ പോവുകയാണ്. നിന്റെ അലമാരകൾ നിറയാൻ പോവുകയാണ്. ശൂന്യമായിരിക്കുന്ന അക്കൗണ്ടുകൾ നിറയാൻ പോവുകയാണ്. ശൂന്യമായിരിക്കുന്ന അലമാരകൾ നിറയാൻ പോവുകയാണ്. എന്റെ ദൈവങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. നിരാശയോടെ വന്നിരിക്കുകയാണ്, ഒന്നുമില്ല. ഈ മാസം ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പറ ആമേൻ. പറ ആമേൻ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും. ഞാൻ പറയാം, ഈ മാസം നിങ്ങൾ പറയണം, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കുന്ന മാസമാണ്. ഈ ജനുവരി മാസം എന്റെ അനുഗ്രഹത്തിന്റെ മാസമാണ്. നീ എന്നെ അനുഗ്രഹിക്കുന്ന മാസമാണ്. ഹല്ലേലൂയ. ഈ ജനുവരി മാസത്തിൽ ചില അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറും, ഞെരുക്കങ്ങൾ മാറും, എല്ലാ പ്രതികൂലങ്ങളും മാറുന്ന മാസമാണ് ജനുവരി മാസം. ഹല്ലേലൂയ. ഞാൻ പറയും, ഈ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യണം. ഇവിടെ പറയുന്നു, നിന്റെ കളപ്പുരകൾ നിറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമ്മുടെ യേശു നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. അതിനാണ് കരം കൊടുത്തത്. യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മളെ കണ്ണുനീർ പിടിപ്പിക്കുന്നവനല്ല. നമ്മളെ കണ്ണുനീർ പിടിപ്പിക്കുന്നവനല്ല. ഹല്ലേലൂയ. നമ്മുടെ യേശു നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ മാസം തന്നെ നിങ്ങൾ ഇതിന്റെ അനുഗ്രഹം കാണും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു,
കളപ്പുരകളിലും ഞാൻ തൊടുന്ന എല്ലാറ്റിലും എനിക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഹല്ലേലൂയ പറഞ്ഞു. എന്റെ കളപ്പുരകൾ നിറഞ്ഞ് കവിയും. പണ്ട് കാലങ്ങളെ കൃഷിയും കളപ്പുരയൊക്കെ ഉള്ളത് പത്തായ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടില്. എന്ന് പറഞ്ഞ വലിയ ഒരു പെട്ടി ഉണ്ടാക്കും. അല്ലെങ്കിൽ തടിയില്, അത് ആരെങ്കിലും അറിയാമായിരിക്കും. വലിയ തടിയിൽ പെട്ടി ഉണ്ടാക്കിയിട്ട് ഇത് ഇന്നത്തെ ബോക്സുകൾ വലിയ നീളത്തിൽ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതില് ഒരു ഇറമ്പ് പോലും കയറാത്ത രീതിയിൽ എന്ത് ചെയ്യും, എല്ലാം അടച്ച് നല്ല ഉറപ്പിച്ചിട്ട് ഒരു ഡോർ ഇട്ട് വയ്ക്കും. എന്തിനു വേണ്ടി അറിയാമോ? വയലിൽ നിന്ന് അറുത്തുകൊണ്ടിരുന്ന നെല്ലിനെ ഇതിന്റെ അകത്ത് കൊണ്ട് ശേഖരിച്ചു വയ്ക്കും. ഹല്ലേലൂയ. ഒരു ഉറുമ്പ് പോലും എന്ത് ചെയ്യത്തില്ല, അതിന്റെ അകത്ത് കയറത്തില്ല. ഹല്ലേലൂയ. അത്ര ഭദ്രമായിട്ട് വാക്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെയുള്ള നിന്റെ കളപ്പുരകൾ നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കളപ്പുരകൾ നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. കളപ്പുരകൾ നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ മാസത്തെ നിങ്ങളുടെ കളപ്പുരകൾ നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ തൊടുന്ന സകലത്തിലും ഞാൻ നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഹല്ലേലൂയ. നീ എന്തിലൊക്കെ പോയി തൊട്ടാലും എന്തിലൊക്കെ പോയി കാലെടുത്ത് വച്ചാലും ശരി തന്നെ, അതല്ല അനുഗ്രഹമായി മാറും, അനുഗ്രഹമായി മാറും, അനുഗ്രഹമായി മാറും, അനുഗ്രഹമായി മാറും. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ കാല് വയ്ക്കുന്ന, കൈ വയ്ക്കുന്ന, ഏതിൽ പോയി തൊട്ടാലും ദൈവത്തിന്റെ വചനം നിങ്ങൾ തൊടുന്നതല്ല ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഒന്ന് വിളിച്ചു പറ, ഞാൻ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കുക. കഴിഞ്ഞ മാസം വരെ തൊട്ടതെല്ലാം നഷ്ടമായിരുന്നു, തൊട്ടതെല്ലാം പിഴച്ചുപോയി. പക്ഷെ ഞാൻ പറയാം, ഈ ജനുവരി മാസം നിങ്ങൾ തൊടുന്നത്, കൈവയ്ക്കുന്നതെല്ലാം അനുഗ്രഹമാക്കി ദൈവം മാറ്റുകയാണ്. അനുഗ്രഹമാക്കി ദൈവം മാറ്റുകയാണ്. അനുഗ്രഹമാക്കി ദൈവം മാറ്റുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. സ്വർഗ്ഗത്തിന്റെ പകൽക്കാരുടെ ഇറങ്ങിരിപ്പാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ കളപ്പുരകൾ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. നീ തൊടുന്ന സകലത്തിൽ നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദേശത്ത് എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദേശത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയ എല്ലാ ദൈവം അനുഗ്രഹിക്കുന്നേ. നിങ്ങളെ ഇപ്പോൾ ആക്കി വച്ചിരിക്കുന്ന ദേശത്ത് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന വീട്ടിന്റെ അകത്ത് തന്നെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം കൽപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിവാദന സ്വർഗ്ഗയുടെ ഇറങ്ങിനിപ്പുണ്ട്, സ്വർഗ്ഗയുടെ ഇറങ്ങിനിപ്പുണ്ട്, സ്വർഗ്ഗയുടെ ഇറങ്ങിനിപ്പുണ്ട്, സ്വർഗ്ഗയുടെ ഇറങ്ങിനിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ താമസിക്കുന്ന ദേശത്ത് തന്നെ എന്റെ ദൈവം എന്ത് ചെയ്യും, നിങ്ങളെ അനുഗ്രഹിക്കും. ചിലര് വന്ന് പറയുന്നത്, വീട്ടിലെ ദോഷമുണ്ട്, ഈ വീട് മാറി വേറെ വീട്ടിൽ പോകണം. കാരണം നിങ്ങൾ എവിടെ വീട് മാറിപ്പോയാലും ഈ പ്രശ്നം നിങ്ങളെ വിട്ട് മാറത്തില്ല. ദൈവത്തിന്റെ വചനം, നീ നിൽക്കുന്നിടത്ത് ഉറച്ചു നിന്നാലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ചെടി കൊണ്ട് നട്ട ആ ചെടിയെ അവിടെ നിർത്തി വെള്ളം ഒഴിച്ച് കൊടുത്താലേ വേര് മുളച്ചെന്ത് ചെയ്യുള്ളൂ, നല്ല വണ്ണം വളരത്തുള്ളൂ. ഈ ചെടിയെ ഡെയിലി പോയി പിഴുത് ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്ത് തന്നെ വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവിടെ നിന്ന് പിന്നെ അപ്പുറത്ത് കൊണ്ട് വെച്ച് പൊടിക്കുമോ? പൊടിക്കത്തില്ല. അത് നാലത്തെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കരിഞ്ഞു പോകും. പക്ഷെ ഒരിടത്തില നിർത്തി അതിന് പിഴാതെ ഡെയിലി വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല പുഷ്ടിയോടെ എത്തി അത് വളരും. ഹല്ലേലൂയ. ഇതേപോലെ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശത്ത് ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. പലരും നിങ്ങളെ അവിടെ നിന്ന് ഓടിക്കാൻ നോക്കും, നിങ്ങൾ ഓടത്തില്ല. നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് എന്റെ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. ഹല്ലേലൂയ. എന്റെ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. എന്റെ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. എന്റെ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ താമസിക്കുന്ന ദേശത്ത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദേശത്ത് എന്റെ ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. എന്റെ ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്ക്, ഇതിനെ സ്വീകരിക്കുക. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്,
നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചാൽ വഴി നടന്ന് യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കി. ഹല്ലേലൂയ. നിങ്ങളുടെ ദേശത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും ദൈവം വിശുദ്ധ ജനമാക്കി മാറ്റും. ഹല്ലേലൂയ. പറയാം, ഇപ്പോൾ ചീത്തപ്പേര് കേൾക്കുന്ന കുടുംബമായിരിക്കാം. ഹല്ലേലൂയ. ഭർത്താവ് മദ്യപാനിയായിരിക്കാം, മക്കൾ മദ്യപാനിയായിരിക്കാം. ഹല്ലേലൂയ. ഇത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇവിടെ അതേപോലെ ദൈവം പറയുന്നു, നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും ദൈവം ഒരു വിശുദ്ധ ജനമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഭർത്താവ് മദ്യപിച്ച് പ്രശ്നമുണ്ടാകുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾ നോക്കണ്ട, ഈ വചനത്തിൽ കൈവച്ച് പറയാം, ഞാൻ എന്റെ കുടുംബവും ഒരു വിശുദ്ധ ജനമായി മാറും. ഞാനും എന്റെ ഭർത്താവിന്റെ മക്കളും ഒരു വിശുദ്ധ ജനമായി മാറും. ഞാനും എന്റെ ഭർത്താവിന്റെ മക്കളും ഒരു വിശുദ്ധ ജനമായി മാറും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഒരു വിശുദ്ധ ജനമായി മാറും. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് എന്റെ കുടുംബത്തിന് ഒരു വിശുദ്ധ ജനമായി മാറണം? ഹല്ലേലൂയ. എന്റെ കുടുംബ ദൈവത്തിന്റെ വേലക്കാരായി മാറണം. ഞങ്ങൾ ശക്തിയോടെ ദൈവത്തിന്റെ വേല ചെയ്യണം. യോശുവ പറഞ്ഞതുപോലെ വിളിച്ചു പറ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പറയുമ്പോ ഞാനും എന്റെ കുടുംബമോ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ ശരി ഉറക്കെ പറ, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വിളിച്ചു ഒന്നിനെ ഉറക്കെ പറ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് നിങ്ങൾ ഡെയിലി പറയണം. ഹല്ലേലൂയ. നിങ്ങൾ ഭർത്താവിലേക്ക് പറയണം, ഞാനും എന്റെ ഭർത്താവ് ഞങ്ങൾ യഹോവയെ സേവിക്കും. മക്കളേക്ക് പറയണം, ഞാനും എന്റെ ഭർത്താവ് മക്കൾ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങളെ മരുമക്കളെ നോക്കി പറയണം, ചെറുമക്കളെ നോക്കി പറയണം, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. വിളിച്ചു പറ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പറ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, വിശുദ്ധ ജനമാക്കി യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. അടുത്ത് പറയുകയാണ്, യഹോവയുടെ നാമം, ദൈവത്തിന്റെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികൾ കണ്ട് നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കേട്ടോ, ഒന്ന് ചേർന്ന് പറയുമ്പോ, യഹോവയുടെ നാമം എന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് എന്നെ ഭയപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ തെളിയിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മകനെന്നും മകളെന്നും ദൈവം തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിളി ഉണ്ടെന്ന്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഹല്ലേലൂയ. മറ്റുള്ളവർ നിങ്ങളെ കണ്ട് പേടിക്കുമാറ്. ഹല്ലേലൂയ. മറ്റുള്ളവർ നിങ്ങളെ കണ്ട് പേടിക്കുമാറ് നിങ്ങൾ ദൈവത്തിന്റെ മകളെന്ന് മകനെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോകും. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന അതേപോലെ നടക്കും. നിങ്ങൾ പറയും പോലെ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ പറയുന്നതിനപ്പുറം നിങ്ങളുടെ ദേശത്ത് നടക്കത്തില്ല. 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 നിങ്ങൾ പറയുന്നത് പോലെ നടക്കും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും നിങ്ങളെ കണ്ട് ഭയപ്പെടും. ഇന്ന്
നിങ്ങളായിരിക്കും മറ്റുള്ളവരെ കണ്ട് ഒരുപക്ഷെ പേടിച്ചിരിക്കുന്നത് അല്ലെ, കടക്കാരെ കൊണ്ട് പ്രശ്നക്കാരെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയും, ഈ പ്രശ്നത്തിന്റെ നടുവിലും നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം കണ്ടിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന്, നിങ്ങൾ ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേലുണ്ടെന്ന് മറ്റുള്ളവർ നിങ്ങളെ കണ്ട് ഭയപ്പെടുമാറ് ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ദൈവത്തിൽ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഈ ദൈവത്തിൽ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാരുടെ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാരുടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ വിളി ഇന്ന് പകൽക്കാലം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം വിടുകയാണ്. ദൈവത്തിന്റെ പേര് തന്നെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ നിന്റെ ഓമന പേര് തന്നെ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവം പറയുന്ന ദൂതാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഓമന പേര് തന്നെ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അതേപോലെ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾ പറയുന്ന കാര്യമാണ്, ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ പ്രശ്നങ്ങൾ കാരണം, പ്രതികൂലങ്ങൾ കാരണം കടന്നതായിരിക്കാം, രോഗം മാറാൻ വന്നതായിരിക്കാം, കടഭാരം മാറാൻ വന്നതായിരിക്കാം, എങ്ങനെയെങ്കിലും ഒരു അനുഗ്രഹം കിട്ടി എന്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി വന്നതായിരിക്കാം. പക്ഷേ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് വന്നത് കൊണ്ട് ദൈവം നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം പറയുകയാണ്, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ. നിങ്ങൾ വെറുതെ വന്നിവിടെ കയറി ദൈവം നിങ്ങളെ ഓമന പേര് ചൊല്ലി വിളിച്ചത് കൊണ്ടാണ് ഇതിന്റെ അകത്ത് വന്നു കയറിയത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഓമന പേര് ചൊല്ലി വിളിച്ചത് കൊണ്ടാണ് ഇതിന്റെ അകത്ത് വന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാ, ദൈവം നിങ്ങളെ ഓമന പേര് ചൊല്ലി വിളിച്ചിട്ട് പറയുകയാണ്, നീ എനിക്കുള്ളവൻ തന്നെ. മറ്റുള്ളവരെല്ലാം മാറ്റി നിർത്തുമ്പോൾ, മറ്റുള്ളവർ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന് ഒന്ന് മാറിപ്പോന്ന് പറയുമ്പോൾ ദൈവം നോക്കി പറയുകയാണ്, ഞാൻ നിന്നെ ഓമന പേര് തന്നെ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കണം. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരുമില്ലാത്തവരല്ല, നിങ്ങളെ സഹായിപ്പാൻ ആരും ഇല്ലെങ്കിലും ഞാൻ പറയാം, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. 24 മണിക്കൂർ ഒരു അപ്പനായി ഒരു അമ്മയായി നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളുടെ കൂടെ നടക്കുന്നവനാണ് എന്റെ യേശു. 24 മണിക്കൂർ ഞാൻ പറയാം, അവൻ നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുകയാണ്, ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് തരുമെന്ന് യഹോവന്റെ പിതാക്കന്മാർ സത്യജ ദേശത്ത് യഹോവന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ദേശത്ത് നിന്റെ വീട്ടിന്റെ അകത്ത് നിനക്ക് സമൃദ്ധി നൽകും. പറ സമൃദ്ധി നൽകും. പറ സമൃദ്ധി, സമൃദ്ധി. പറ സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. പറ ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ കടക്കാരി ആക്കുന്നവനല്ല എന്റെ ദൈവം, പിച്ചക്കാരി ആക്കുന്നവനല്ല എന്റെ ദൈവം, അപ്പുറം ഇപ്പുറമായി വായ്പ ചോദിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നവനല്ല എന്റെ ദൈവം, നിനക്ക് സമൃദ്ധി തരുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. ഈ വാക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. എന്ന് പറയാം, സമൃദ്ധി, സമൃദ്ധി. ദൈവം എനിക്ക് സമൃദ്ധി തരും. പറ, ദൈവം എനിക്ക് സമൃദ്ധി തരും. ദൈവം എനിക്ക് സമൃദ്ധി തരും. നമ്മൾ സംഘടനയിൽ പറയുന്ന വാചകമാണ്, ഐശ്വര്യവും സമ്പത്തും എന്റെ വീട്ടിന്റെ അകത്ത് ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. എന്ന് പറ, ഐശ്വര്യവും സമ്പത്തും എന്റെ വീട്ടിന്റെ അകത്ത് ഉണ്ടാകും. ഞാൻ വാരി വിതറി. പറ, വാരി വിതറി, വാരി വിതറി, വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. അപ്പൊ ഈ സമൃദ്ധി വെളിപ്പെട്ടാലേ ഐശ്വര്യ സമ്പത്ത് നമ്മളെ വീട്ടിന്റെ അകത്തുണ്ടാവും. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിന്റെ സമൃദ്ധി വേണോ എങ്കിൽ എന്ത് വെളിപ്പെടാൻ തുടങ്ങും? ഐശ്വര്യ സമ്പത്തും നമ്മുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമൃദ്ധി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ കണ്ണുനീരെല്ലാം ദൈവം തുടച്ചു മാറ്റിയിട്ട് നിന്റെ വീട്ടിന്റെ അകത്ത് അനുഗ്രഹത്തെ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക.
ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന നിങ്ങളെ വീട്ടിൽ സമൃദ്ധി വെളിപ്പെടുകയാണ്. ഇന്നത്തെ ദാരിദ്ര്യങ്ങളെല്ലാം മാറും, ഇന്നത്തെ കഷ്ടപ്പാടെല്ലാം മാറും. ഹല്ലേലൂയ. അരുമേശ്വര ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം മാറും. ചേട്ടൻ കടലിൽ പോയിട്ട് കൊണ്ട് തന്നില്ലേ? ഹല്ലേലൂയ. അതെല്ലാം തരും, സമൃദ്ധി തരും. ഞാൻ പറയാം, സമൃദ്ധി തരും. നിങ്ങളെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടും. ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ഭർത്താവ് ഒന്നും തന്നില്ലെങ്കിൽ യേശു തരും, യേശു കൊണ്ട് തരും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഭർത്താവ് ചിലപ്പോൾ കിട്ടിയ പൈസ എല്ലാം കള്ളുപിടിക്കാൻ കൊണ്ടുപോയിക്കാണ്. ഹല്ലേലൂയ. ഒന്നും വീട്ടിൽ തന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, നിങ്ങളുടെ അക്കൗണ്ടുകളിൽ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രവചിക്കാൻ പറയാം, നിങ്ങളുടെ അക്കൗണ്ട് ദൈവം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവ് ഒരു രൂപ തന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, കിട്ടിയ പൈസക്ക് ഭർത്താവോട് കള്ളു കുടിച്ച് തീർത്താല് എന്റെ ദൈവം നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ കടഭാരങ്ങൾ മുഴുവൻ തീർക്കുമാറ്, നിങ്ങളുടെ വീട്ടിന്റെ അകത്തൊരു സമൃദ്ധി വെളിപ്പെടുമാറ് എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും, എന്റെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും, എന്റെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടാതെ അതിനെ തടയുന്ന പൈശാചിക സ്വാധീനങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ വെട്ടി മാറ്റുകയാണ്. നിങ്ങളെ വീട്ടിന്റെ അകത്തൊരു സമൃദ്ധി വെളിപ്പെടാതെ വേണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ വേണം, എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടാതെ വേണം. ഇപ്പൊ തടയുന്ന എല്ലാ തടസ്സങ്ങളെയും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിമോചന വെട്ടി മാറ്റുക. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. സ്വർഗ്ഗത്തിന്റെ പകൽക്കാട് ഇറങ്ങിയപ്പോൾ യേശുവിന്റെ നാമത്തിൽ റമ ഷഗേ റഗേ നദാ റമ വിമോചന സ്വർഗ്ഗത്തിൽ ഇറങ്ങിയപ്പോൾ കരങ്ങളടിച്ചവരെ സ്തുതിക്ക്, കരങ്ങളടിച്ചവരെ സ്തുതിക്ക്, കരങ്ങളടിച്ചവരെ സ്തുതിക്ക്, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്. വിമോചന സ്വർഗ്ഗത്തിൽ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടാതെ വേണം. എപ്പോഴും ദാരിദ്ര്യ കഷ്ടപ്പാട് കൊണ്ടിരുന്ന സകല ദുരാത്മാക്കൾ അഴുകിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നേ, നിന്റെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുന്നതാണ്. പക്ഷേ ഇന്ന് നടക്കുന്നത് നീ വായ്പക്കാരിയായി കൽപ്പിടങ്ങൾ കൈ നീട്ടുന്നവളാണ്. ഹല്ലേലൂയ. അതിപ്പോ ബന്ധനങ്ങളിൽ അഴിഞ്ഞു മാറുകയാണ്. ആ കെട്ടെല്ലാം പൊട്ടിമാറുന്നത് കരകളടിയോ അത് പ്രാപിച്ചോ. ഇപ്പൊ അതിന് സമൃദ്ധി വെളിപ്പെടുകയാണ്. സമൃദ്ധി നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുന്നതാണ്. പക്ഷേ നിന്റെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി അല്ല വെളിപ്പെടുന്നത്, എന്ത് കഷ്ടതയാണ്, ദാരിദ്ര്യമാണ് വെളിപ്പെടുന്നത്. അങ്ങനെ ഇന്ന് പകൽക്കാലം സകല ദാരിദ്ര്യങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചു മാറ്റുന്നു. ഇല്ല ദാരിദ്ര്യങ്ങളെ, സകല ദാരിദ്ര്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിമോചനം പൊട്ടിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. നീ തൊടുന്ന എല്ലാറ്റിലും ഇന്ന് പകൽക്കാലം ദൈവത്തിനെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നിന്റെ ഭർത്താവ് തൊടുന്ന എല്ലാവരും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കാൻ പോകുകയാണ്. നട്ടൽ ചെയ്യുന്ന ജോലിയിൽ അനുഗ്രഹം കൽപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ജോലി വിമോചനയുടെ വ്യാപരിക്കുന്നു. സമൃദ്ധി വെളിപ്പെടുന്നു. വിമോചനം ഒന്ന് കരകെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദാരിദ്ര്യങ്ങളെല്ലാം പൊട്ടുകയാണ്. ദാരിദ്ര്യം എന്ന ശാപം പൊട്ടി മാറുകയാണ്. ദാരിദ്ര്യ ശാപമാണ്, ദാരിദ്ര്യ ശാപമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ വീടിനെ സമൃദ്ധി നൽകുമെന്നാണ്. സമൃദ്ധി നൽകുമെന്ന് ആ സമൃദ്ധി നിന്റെ വീടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. കടബാധകൾ അഴിയുകയാണ്, ദാരിദ്ര്യങ്ങൾ അഴിയുകയാണ്, എല്ലാ കഷ്ടതകളും അഴിഞ്ഞു മാറുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇപ്പോൾ സ്വർഗ്ഗത്തോട് ഇറങ്ങിപ്പോണ്ട്, സ്വർഗ്ഗത്തോട് ഇറങ്ങിപ്പോണ്ട് മുട്ടോളമല്ല അരയെ പോലെ നീട്ടിയിട്ടല്ലാതെ കിടപ്പാ വൈകിയാതെ വേണം. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇപ്പോൾ സ്വർഗ്ഗത്തോട് ഇറങ്ങിപ്പോണ്ട്. എല്ലാ ദാരിദ്ര്യങ്ങളും അഴിയുന്നു, കടബാധകൾ അഴിയുന്നു, പ്രശ്നങ്ങളിൽ നിന്നവരുടെ മാറുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ വീടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടും. പറ എന്റെ വീടിന്റെ സമൃദ്ധി വെളിപ്പെടും, എന്റെ വീട് സമൃദ്ധി വെളിപ്പെടും. പറ എന്റെ വീടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടും. ദൈവത്തിന്റെ വചനം നിനക്ക് ഞാൻ സമൃദ്ധി നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്റെ വീട്ടിന് സമൃദ്ധി നൽകും. വചനം പറയുന്നു, നിന്റെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി. പറ സമൃദ്ധി, സമൃദ്ധി. ഹല്ലേലൂയ. നിന്റെ വീട്ടിന്റെ അകത്ത് ഹല്ലേലൂയ സമൃദ്ധി വെളിപ്പെടും. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം നിനക്ക് ഞാൻ സമൃദ്ധി നൽകും. ഇത് ചേർന്ന് പറ, എനിക്ക് ദൈവം സമൃദ്ധി നൽകും. എനിക്ക് ദൈവം സമൃദ്ധി നൽകും. പറ എനിക്ക് ദൈവം സമൃദ്ധി നൽകും. എനിക്ക് ദൈവം സമൃദ്ധി നൽകും. സമൃദ്ധി നൽകും.
സമൃദ്ധി നൽകും. ഇന്ന് പക്കൽ ഞാൻ ഈ സമൃദ്ധി പറയുമ്പോൾ തന്നെ നിങ്ങളെ വീട്ടിന്റെ അകത്ത് ദാരിദ്ര്യങ്ങൾ മാറുകയാണ്. ഹല്ലേലൂയ. കടഭാരങ്ങൾ മാറുകയാണ്. ഹല്ലേലൂയ. നേരെ ആഹാരം പോലും കഴിക്കാത്ത അവസ്ഥകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറും. പൊട്ടുന്നു ഇപ്പോ തന്നെ വീടിന്റെ അകത്ത് നേരെ കഴിക്കാൻ പോലും ആഹാരമില്ലാത്ത അവസ്ഥ പൊട്ടുന്നു. മറ്റുള്ളവർ കൈ നീട്ടുന്ന അവസ്ഥ പൊട്ടുന്നു. നീ മറ്റുള്ളവരോട് വായ്പ വാങ്ങുന്ന അവസ്ഥകളെല്ലാം പൊട്ടിമാറുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് സമൃദ്ധി നൽകുമെന്നാണ്. ഹല്ലേലൂയ. വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് സമൃദ്ധി നൽകും. എന്റെ ദൈവം എനിക്ക് സമൃദ്ധി നൽകും. വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് സമൃദ്ധി നൽകും. 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 ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും പോട്ടട്ടെ, കടബാധകൾ പോട്ടട്ടെ, എല്ലാ കഷ്ടപ്പാടുകൾ പോട്ടട്ടെ, വീടിനകത്ത് ബുദ്ധിമുട്ട് പോട്ടട്ടെ, മറ്റുള്ള വായ്പകൾക്ക് അവസരം പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിന്റെ കൽപ്പിക്കുകയാണ്. നിന്റെ വീടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. നിന്റെ വീടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. നിന്റെ വീടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിനക്ക് സമൃദ്ധി നൽകാം. ഞാൻ നിനക്ക് സമൃദ്ധി നൽകാം. അങ്ങനെയെങ്കിൽ നിന്റെ വീടിന്റെ അകത്ത് ആ സമൃദ്ധി വെളിപ്പെടുകയാണ്. നിന്റെ വീടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. നിന്റെ വീടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. നിന്റെ വീടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും അഴിഞ്ഞു മാറുകയാണ്. എല്ലാ ബുദ്ധിമുട്ടുകൾ അഴിയുകയാണ്. എല്ലാ കഷ്ടപ്പാടുകൾ അഴിയുകയാണ്. കടപ്പാടുകൾ അഴിയുകയാണ്. കണ്ണുനീർ മാറുകയാണ്. നിന്റെ വീട്ടിലാകുന്ന ദാരിദ്ര്യം കഷ്ടപ്പാടുകൾ മാറുകയാണ്. ഇന്ന് പണ്ടൊക്കെ ഈ സമൃദ്ധി വെളിപ്പെടുമ്പോൾ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറുകയാണ്. ഞാൻ പറയാം, നിങ്ങളുടെ വീടിന്റെ അകത്ത് കഷ്ടപ്പാട് ഇതൊരു ബന്ധനമാണ്. തിരിച്ചറിയുന്നത് ഇതൊരു ബന്ധനമാണ്. ഹല്ലേലൂയ. ഒരു സാമ്പത്തിക നന്മ വെളിപ്പെടുന്നില്ലെങ്കിൽ ഇതൊരു ബന്ധനമാണ്. ഹല്ലേലൂയ. നിന്റെ വീട് എന്ത് കഷ്ടതയാണെങ്കിൽ ഇതൊരു ബന്ധനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ തൊടുന്ന സകലത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ്. ഹല്ലേലൂയ. പക്ഷെ നീ തൊടുന്നതെല്ലാം നഷ്ടത്തിലും കണ്ണുനീരിലും കഷ്ടത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ ഇതൊരു ബന്ധനമാണ്. തിരിച്ചറിയണം. ആ സമൃദ്ധി ഇതിന്റെ മേൽ വെളിപ്പെടുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും മാറുകയാണ്. എല്ലാ കഷ്ടപ്പാടുകൾ മാറുകയാണ്. എല്ലാ ബുദ്ധിമുട്ടുകൾ മാറുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങുന്നുണ്ട്. കരങ്ങളടിച്ചവരെ സ്തുതിക്ക്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി നൽകുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇത് പകൽക്കാലം വെളിപ്പെടുകയാണ്. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് എല്ലാ ദാരിദ്ര്യങ്ങളും മാറുന്നു. എല്ലാ ബുദ്ധിമുട്ടുകൾ മാറുന്നു. എല്ലാ കഷ്ടപ്പാടുകൾ മാറുന്നു. മറ്റുള്ള വായ്പ ചോദിക്കുന്ന അവസ്ഥകൾ മാറുന്നു. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. പ്രാർത്ഥിക്കുക. കരങ്ങളടിച്ച് ആരാധിക്കുക. ഇന്ന് പകൽക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞോട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞോട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞോട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞോട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ദൈവം വചനം പറയുന്നു, ഞാൻ നിനക്ക് സമൃദ്ധി നൽകാം. നിന്റെ വീട്ടിന്റെ അകത്ത് എല്ലാം ദാരിദ്ര്യങ്ങൾ മാറുകയാണ്. കഷ്ടപ്പാടുകൾ മാറുകയാണ്. എത്ര അധ്വാനിച്ചിട്ട് ഓട്ടസഞ്ചിയുടെ അനുഭവം, എത്ര പൈസ വേണ്ടി വന്നാലും നിന്റെ കയ്യിൽ നിൽക്കുന്നില്ല. എല്ലാം ചെലവായി പോകുന്നു. നാശത്തിലോട്ട് പോകുന്നു. പലിശ കൊടുക്കാൻ പോകുന്നു. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പോലും നിന്റെ വീട്ടിൽ തങ്ങുന്നില്ല. നിനക്ക് മിച്ച ഒന്നും തന്നെ ഇല്ല. എല്ലാ പലിശക്കാർ കൊണ്ടുപോകുന്നു. എല്ലാ കടക്കാർ കൊണ്ടുപോകുന്നു. ഇന്ന് പകൽ ആ മേഖലകൾ ഇന്ന് പകൽക്കാലം പൊട്ടിമാറുകയാണ്. ജോലി കൊണ്ടുവരുന്ന പൈസ മുഴുവൻ ആശുപത്രി ചെലവുന്ന അവസ്ഥകൾ മാറുകയാണ്. ജോലി ചെയ്ത് കൊണ്ടുവന്ന പൈസ മുഴുവൻ പലിശക്കാർ കൊണ്ടുപോകുന്ന അവസ്ഥകൾ മാറുകയാണ്. എല്ലാ അനാവശ്യ ചെലവുകൾ മാറുകയാണ്. ഇന്ന് പകൽക്കാലത്തിന്റെ ശൂന്യതയുടെ നടുവിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. എല്ലാ ശൂന്യതകളും എല്ലാ ദാരിദ്ര്യങ്ങളും ഇന്ന് പകൽക്കാലം മാറുകയാണ്. നേരെ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. നല്ല വസ്ത്രം വാങ്ങിക്കാൻ കഴിയുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകുകയാണ്. മാറുന്നു. നിന്റെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുന്നു. ഇന്ന് പകൽക്ക് ബന്ധനമാണ്. ഞാൻ പറയാം, നിനക്ക് വീട്ടിൽ നല്ല ആഹാരം കഴിക്കാൻ ഇല്ലെങ്കിൽ ഇതൊരു ബന്ധനമാണ്. എത്ര തന്നെ അധ്വാനിച്ച് വീട്ടിൽ കൊണ്ട് വന്നാലും ഒരു പോലും കയ്യില്ലെങ്കിൽ അത് ബന്ധനമാണ്. ഇന്ന് പകൽക്കാലം ആ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുകയാണ്. ഇന്ന് പകൽ വീട്ടിന്റെ അകത്ത് ഒരു സമൃദ്ധി
വീട്ടിലെ സമൃദ്ധി വെളിപ്പെടുക. സമൃദ്ധി എന്റെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. എന്റെ വീട്ടിലെ സമൃദ്ധി വെളിപ്പെടുന്നു. എന്റെ വീട്ടിലെ സമൃദ്ധി വെളിപ്പെടുന്നു. എന്റെ വീട്ടിലെ സമൃദ്ധി വെളിപ്പെടുകയാണ്. ഇത് പകൽക്കാലം ഞാൻ പറയാം, എന്റെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. എന്റെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ കരം ഇപ്പോൾ വ്യാപരിക്കുന്നു. ഇപ്പോൾ തന്നെ ഭയങ്കരമായ ദൈവമകത്ത് ചലിക്കണം. സ്വർഗ്ഗയുടെ ഇറങ്ങിപ്പാട് വിട്ടോണമല്ല അറിയണം പോരാ. നീതിയിട്ടല്ലാതെ കടപ്പാ വയ്യാതെ വേണം. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇപ്പോൾ തന്നെ ചലിക്കുന്നു. ഇപ്പോൾ തന്നെ ചലിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. റമ ഷഗേ രഗേ രഗേ നഥ റമ. ഇത് പകൽക്കാലം സ്വർഗ്ഗയുടെ ഇറങ്ങി വന്നു. സ്വർഗ്ഗയുടെ ഇറങ്ങിപ്പാട് കരങ്ങൾ അടിച്ചെന്നവനെ സ്തുതിക്കും. ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവർക്കും ഏറ്റു നിൽക്കാമോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കാമോ? ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര മഹത്വം. ഒന്ന് വിളിച്ചു പറയാം, സമൃദ്ധി വെളിപ്പെടെ. സമൃദ്ധി വിളിച്ചു പറ, സമൃദ്ധി. ഹല്ലേലൂയ. എന്റെ വീടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടെ. ഹല്ലേലൂയ. ഓ ജീസസ്. ഇപ്പോൾ ദൈവത്തിന് ഭയങ്കര മഹത്വം വെളിപ്പെടുകയാണ്. ഓ ദൈവത്തിന് ഭയങ്കര മഹത്വം. ഇപ്പോൾ തന്നെ എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്ന് പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്ന് പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധജനമാക്കിടും താൻ. എന്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധജനമാക്കിടും താൻ. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. പോലെ ഞാൻ ചെയ്യും. എന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. പകൽക്കാലം കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്. വിഭാഗന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുക.
ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങിനിപ്പണ്ട് യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ചവരെ സ്തുതിക്ക്. ഇത് മക്കൾക്ക് ഒരു സാമ്പത്തിക വീടിനകത്ത് വെളിപ്പെടുകയാണ്. ഇത് മക്കൾക്ക് എല്ലാ ദാരിദ്ര്യങ്ങളും പൊട്ടിമാറുകയാണ്, കഷ്ടപ്പാടുകൾ പൊട്ടിമാറുകയാണ്, കടമാറുകൾ അഴിയുകയാണ്, ഒരു സമൃദ്ധി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നീ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കുന്നവനൊക്കെ ഞാൻ മാറ്റും. ആരെങ്കിലും ഇന്ന് പകൽക്കാലം നിന്റെ ഇവിടെ സമൃദ്ധി ഞാൻ നൽകും. ഇപ്പോൾ തന്നെ സമൃദ്ധി വെളിപ്പെടുകയാണ്. കരങ്ങളടിച്ചവരെ സ്തുതിക്കുന്നു. പകൽക്കാലം നിങ്ങൾ കരങ്ങളടിച്ച് ആരാധിക്കുമ്പോൾ തന്നെ ദാരിദ്ര്യത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നു, കഷ്ടപ്പാടിന്റെ കെട്ടുകൾ പൊട്ടുന്നു, എല്ലാ ബുദ്ധിമുട്ടുകളും അഴിഞ്ഞു മാറുകയാണ്, എല്ലാ കച്ചറയും കണ്ണുനീരെല്ലാം അഴിഞ്ഞു മാറുകയാണ്, എല്ലാ പ്രശ്നങ്ങളും മാറുകയാണ്, എല്ലാ പ്രതികൂലങ്ങളും മാറുകയാണ്. യേശുവിന്റെ നാമത്തിലെ കൈവിടുക. Oh, Rija, Radha, Rama, Reke. Oh, Rija, Radha, Rama, Raga, Reke, Naga, Rama. Oh, Ishvineta, Jayam, Dravida, Riga, Bala, Rigo. Itapal Baba, Jija, Baba, Ishvineta, Jayam, Re, Radha, Raga, Reke. Oh, Ishvineta, Jayam, Dravida, Riga, Bala, Rigo. ഇത് മകൾക്കാണ് ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി നൽകുകയാണ്. ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങിപ്പോണ്ട്, യേശുവിന്റെ കുടോളമല്ല അരയുടെ പോലെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിബോധന സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം, ഇന്ന് മകൾക്കാരുടെ വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് മകൾക്കാരെ വ്യാപരിക്കുകയാണ്. വിബോധന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റമാന ശകേ വിബോധന സ്വർഗ്ഗം ഇറങ്ങിനിപ്പണ്ട്, യേശുവിടെ ഇറങ്ങിനിപ്പണ്ട്. മുട്ടോളമല്ല അരയുടെ പോരാ നീതിക്കല്ലാതെ കിടപ്പ വയ്യാത്തവന ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇത് പകൽക്കാലം വെളിപ്പെടുകയാണ്. ഇത് പകൽക്കാലം വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിബോധന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ലഭിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇത് പകൽക്കാലം വ്യാപരിക്കുന്നു. ഓ റമാ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇത് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങിനിപ്പണ്ട്. എന്റെ യേശുവിടെ ഇറങ്ങിനിപ്പണ്ട്. വിബോധന സ്വർഗ്ഗം ഇറങ്ങിനിപ്പണ്ട്. ഭയങ്കരമായ അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ ചെയ്യുകയാണ്. ഭയങ്കരമായ അത്ഭുതങ്ങൾ വിബോധനയുടെ യേശു നിങ്ങളുടെ ചെയ്യുകയാണ്. സ്വർഗ്ഗം ഇറങ്ങിനിപ്പണ്ട്. യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാര മണ്ഡലങ്ങളും ഉദയപ്പെടുകയാണ്. പൈശാചിക കോട്ടകൾ തകരപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി പകലിക്കാരോട് വ്യാപരിക്കുന്നു. കരങ്ങളടിച്ചവരെ സ്തുതിക്ക്. കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്ക്. ആ ദൈവത്തിന്റെ ഭയങ്കര മകത്തെ പാതന വ്യാപരിക്കുകയാണ്. വ്യാപരിക്കുന്നു. വിബോധന വ്യാപരിക്കുന്നു. Oh, Jesus name. യേശുവിന്റെ നാമത്തിൽ വിബോധന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വിബോധന ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഭയങ്കരമായ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. സ്വർഗ്ഗത്തിന്റെ പകൽക്കാലം ഇവിടെ ഇറങ്ങി നിങ്ങൾക്ക് വഞ്ചാരികൾ ചെയ്യുന്നു. ദൈവത്തിന്റെ ഭയങ്കര മകത്തെ വിബോധന വ്യാപരിക്കുകയാണ്. കുട്ടോളമല്ല അരളം പോലെ നീതിക്കല്ലാതെ കടമ വയ്യാതവന ആ ദൈവത്തിന്റെ ഭയങ്കര മകത്തെ വിബോധന ചലിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വിബോധന ചലിക്കുന്നത്. സ്വർഗ്ഗം ഇറങ്ങിനിപ്പണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇത് പകലിക്കാരുടെ വെളിപ്പെടുകയാണ്. സ്വർഗ്ഗം ഇറങ്ങിനിപ്പണ്ട്. രാജാവായി കർത്താവായി വീരര ദൈവമായി എന്റെ യേശുവിന്റെ പകലിക്കാരുടെ ഇറങ്ങിനിപ്പണ്ട്. കരങ്ങളടിച്ചവരെ സ്തുതിക്ക്. ഭയങ്കരമായ ദൈവമകത്വം വിബോധന സ്വർഗ്ഗം ഇറങ്ങിനിപ്പണ്ട്. ഭയങ്കരമായ ദൈവമകത്വം വെളിപ്പെടുകയാണ്. റവാ രഗേ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് പകരം കരങ്ങളിൽ ആരാധിക്കുമ്പോൾ തന്നെ എല്ലാ ദാരിദ്ര്യങ്ങളും ബോധ്യമാണ്.
സമൃദ്ധി വെളിപ്പെടുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും പൊട്ടിമാറി സമൃദ്ധി വെളിപ്പെടുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും പൊട്ടിമാറി സമൃദ്ധി വെളിപ്പെടുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും പൊട്ടിമാറി സമൃദ്ധി വെളിപ്പെടുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും അഴിഞ്ഞിട്ട് കടഭാരങ്ങൾ അഴിഞ്ഞിട്ട് ഇത് പകൽക്കാലം സമൃദ്ധി വെളിപ്പെടുന്നു. സമൃദ്ധി വെളിപ്പെടുകയാണ്. സമൃദ്ധി വെളിപ്പെടുകയാണ്. സമൃദ്ധി വെളിപ്പെടുകയാണ്. സ്വർഗ്ഗത്തോടെ ഇറങ്ങി ദൈവത്തിന്റെ ഭയങ്കര സമൃദ്ധി സ്വീകരിച്ചോ. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ആ സമൃദ്ധിയുടെ അഭിഷേകത്തിൽ പകൽകളിൽ വെളിപ്പെടുകയാണ്. ആ സമൃദ്ധി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ആ സമൃദ്ധി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും മാറിയിട്ട്, എല്ലാ കടഭാരങ്ങളും മാറിയിട്ട്, എല്ലാ കഷ്ടപ്പാടും മാറി, എല്ലാ കണ്ണുനീര് മാറി. ഇന്ന് പകൽകളിൽ ഞാൻ പറയുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഇപ്പോൾ ഈ വചനോടെ ചലിക്കുകയാണ്. ഈ വചനോടെ ചലിക്കുകയാണ്. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഈ വചനോടെ ചലിക്കുകയാണ്. ഈ വചനത്തിന്റെ പകൽക്കാലം ചലിക്കുന്നത് ബോധന വചനോടെ ചലിക്കുന്നു. ഈ വചനോട് ചലിക്കുന്നു. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ആ വചനോടെ ചലിക്കുന്നു. തുടർന്ന് വിഭാഗത്തിനെ ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. 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 വിഭാഗത്തിലെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി, ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വിഭാഗത്തിന് വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മകത്വത്തിന്റെ പകലിക്കാരെ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് സമൃദ്ധി നൽകാം. ഇതാണ് ദൈവത്തിന്റെ വചനം. ഞാൻ നിനക്ക് കണ്ണുനീര് തരുമെന്നല്ല, ഞാൻ കഷ്ട തരുമെന്നല്ല, ഞാൻ ദാരിദ്ര്യം തരുമെന്നല്ല, ഞാൻ പ്രശ്നം തരുമെന്നല്ല. ദൈവത്തിന്റെ വചനം ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഈ വചനത്തിന്റെ മേൽ വെളിപ്പെടുകയാണ്. ഈ വചനത്തിന്റെ ശക്തി ഇതിന്റെ മേൽ വെളിപ്പെടുകയാണ്. ഈ വചനത്തിന്റെ ശക്തി ഇതിന്റെ മേൽ വെളിപ്പെടുകയാണ്. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഈ വചനം ഇപ്പോ നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ഈ വചനം ഇപ്പൊ ചലിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഈ വചനത്തെ തുടർന്ന് വിഭാഗത്തിന് വചനത്തിന്റെ ശക്തി നിങ്ങൾ തൊടുകയാണ്. നിങ്ങളുടെ വീട്ടിലെ സമൃദ്ധി വെളിപ്പെടുകയാണ്. കരങ്ങൾ ആരാധിക്കുന്നുണ്ടാകുന്ന ഉറങ്ങരുത്. ഇത് മക്കളെക്കാരെ കരങ്ങളിൽ ആരാധിക്കാൻ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി നൽകുന്നു. വിഭാഗത്തിന് യേശുവിന്റെ നാമത്തിൽ കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്ക്. ഇത് മക്കളെക്കാര ഈ വചനത്തിന്റെ സമൃദ്ധി വെളിപ്പെടുകയാണ്. സമൃദ്ധി വെളിപ്പെടുന്നത് സമൃദ്ധി ഭയങ്കരമായ സമൃദ്ധി, ഭയങ്കരമായ സമൃദ്ധി വിഭാഗത്തിന് സമൃദ്ധി വെളിപ്പെടുകയാണ്. സ്വീകരിച്ചോ. ഈ വചനം പറ. ഈ എന്റെ വീടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. സമൃദ്ധി വെളിപ്പെടുന്നത് സമൃദ്ധി പറ. എന്റെ വീടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. 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 എന്റെ വീട്ടിനകത്ത് സമൃദ്ധി സമൃദ്ധി വെളിപ്പെടുകയാണ്. എന്റെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുന്നത് സമൃദ്ധി പറ. എന്റെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. എന്റെ വീട്ടിനകത്ത് സമൃദ്ധി പറ. എന്റെ വീട്ടിലെ സമൃദ്ധി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ നിനക്ക് സമൃദ്ധി നൽകും. ഇത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. സ്വർഗ്ഗത്തോടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഈ വചനങ്ങൾ തൊടുകയാണ്. തുടർന്ന് പോകുന്നത് കർത്താവ് ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമൃദ്ധി നമ്മുടെ മേൽ വെളിപ്പെടേണ്ടത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗബന്ധനങ്ങളും ഞാൻ അഴിക്കുകയാണ്. ഇപ്പോൾ തന്നെ സകല രോഗികൾ സൗഖ്യമാവും. ഇപ്പോൾ തന്നെ സകല രോഗികൾ സൗഖ്യമാവും. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ അറ്റാക്കെല്ലാം ഇപ്പോൾ മാറിയാണ്. ബ്ലോക്കെല്ലാം കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഇപ്പോൾ തന്നെ ഭയങ്കരമായ സൗഖ്യം. ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഇപ്പോൾ അതിന്റെ സമൃദ്ധി വെളിപ്പെടുകയാണ്. സമൃദ്ധി ഇന്ന് പകൽ ക്യാൻസറുകൾ അപ്രത്യക്ഷമാകുകയാണ്. ബ്ലോക്കുകൾ അപ്രത്യക്ഷമാകുകയാണ്. ഇപ്പോൾ തന്നെ ഫിക്സുകൾ മാറിപ്പോവുകയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര സ്ട്രോക്കുകളെല്ലാം മാറുകയാണ്. പൊട്ടിയ എല്ലുകൾ ജോയിന്റ് ആവുകയാണ്. പൊട്ടിയ എല്ലുകൾ ഇപ്പോൾ തന്നെ ജോയിന്റ് ആവുകയാണ്. പൊട്ടിയ എല്ലുകൾ പൊട്ടിയ എല്ലുകൾ ഭയങ്കരമായ ഒരു സമൃദ്ധി വെളിപ്പെടുന്നു. ഇപ്പോൾ തന്നെ ഭയങ്കരമായ സമൃദ്ധി വെളിപ്പെടുന്നു. ഭയങ്കരമായ സമൃദ്ധി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഭയങ്കരമായ സമൃദ്ധി ഭയങ്കരമായ സമൃദ്ധി വെളിപ്പെടുക.
കർത്താവിന്റെ നാമത്തിൽ അപ്പാ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ മേൽ സമൃദ്ധി വെളിപ്പെടട്ടെ. ഇവരുടെ വീട്ടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടട്ടെ. ഇവരുടെ മക്കളുടെ മേൽ സമൃദ്ധി വെളിപ്പെടട്ടെ. എല്ലാ ദാരിദ്ര്യവും കഷ്ടപ്പെടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകട്ടെ. വീട്ടിൽ ഞാൻ പറയുന്ന നേരെ ആഹാരം പോലും കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥ ഭാരപ്പെടുന്നു കരുവെടുത്ത് പിടിക്കും. നേരെ ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥ. അത് വീടിൻ്റെ അകത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും മാറണം. എല്ലാ ബുദ്ധിമുട്ടും മാറണം. ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഭയങ്കര സമൃദ്ധി വെളിപ്പെടണം. ഭയങ്കര ആ ബന്ധത്തിൽ ഞാൻ അഴിക്കുകയാണ്. കയ്യിൽ ഒരുപോലെ വരാതെ പിശാച് കിട്ടിയ കെട്ടുകളെ ഞാൻ പൊട്ടിക്കുന്നു. ഇപ്പോൾ തന്നെ പൊട്ടുന്നു. ആ കെട്ടെല്ലാം ഞാൻ പൊട്ടിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വീട്ടിൽ നേരെ കഴിക്കാൻ ആഹാരം പോലും ഇല്ലാതെ സാമ്പത്തികമായ നന്മ കയ്യിൽ വരാതെ ബന്ധിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിനെ പൊട്ടിക്കുകയാണ്. വീട്ടിന്റെ അകത്ത് ഒരു വരുമാനം വന്ന് കയറരുതെന്ന് പറഞ്ഞ് കെട്ടിയ കെട്ടെല്ലാം ഇപ്പോൾ തന്നെ പൊട്ടി മാറി. വീട്ടിൽ എല്ലാ ദാരിദ്ര്യങ്ങൾ അഴിക്കുന്നു. ദാരിദ്ര്യങ്ങൾ അഴിഞ്ഞു മാറാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കഥ തുടർന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യങ്ങളെല്ലാം പൊട്ടി മാറട്ടെ. ദാരിദ്ര്യങ്ങൾ മാറട്ടെ. ദാരിദ്ര്യങ്ങൾ മാറട്ടെ. നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറട്ടെ. കഴിക്കാൻ തന്നെ ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ള വീട്ടിന്റെ അകത്തുനിന്ന് ദൈവത്തിന്റെ കാര്യത്തിൽ എല്ലാ ദാരിദ്ര്യങ്ങളും ഇറങ്ങിപ്പോവുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും ഇറങ്ങുകയാണ്. എല്ലാ ദാരിദ്ര്യങ്ങളും ഇറങ്ങുകയാണ്. ജോയിന്റെ വീട്ടിൽ നിന്ന് എല്ലാ ദാരിദ്ര്യങ്ങളും ഇറങ്ങുകയാണ്. എല്ലാ കടബാധകളും ഇറങ്ങുകയാണ്. ദാരിദ്ര്യങ്ങൾ ഇറങ്ങുകയാണ്. നേരെ കഴിക്കാൻ പോലും ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥകളെല്ലാം മാറുകയാണ്. വീട്ടിൽ പകൽക്കൽ വീടിന്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടുകയാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം കർത്താവ് യേശുവിന്റെ കൃപയും പരിസംസരം കൂട്ടായി ഇതുവരെ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ